നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, എന്താണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് AUM ഇൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ വിവിധ തരം സ്കീമുകളുണ്ടാവും. ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നല്ല. എല്ലാ സ്കീമും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൂടാതെ മൊത്തം എല്ലാ സ്കീമും ഉൾപ്പെട്ട് മൊത്തം ഒരു AUM ഉണ്ടാവും. എല്ലാത്തിനും സെപ്പറേറ്റ് AUM, അഥവാ ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ ഒരു AUM. മൊത്തം അവരുടെ എത്ര ഫണ്ട് അവർ ഹാൻഡിൽ ചെയ്യണം, ഒരു സ്കീമിൽ എത്ര രൂപ എത്ര ഫണ്ടാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്യണം, ആ മൊത്തം വാല്യൂ ആണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM ആയിട്ട് പറയുന്നത്. ഒരു സ്കീമിലുള്ളതിനെ ആ സ്കീം ബേസ് ചെയ്ത് AUM അല്ല. ഒരു കമ്പനി ഇപ്പോൾ SBI എടുക്കുകയാണെങ്കിൽ, SBIയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ SBI എടുക്കുകയാണെങ്കിൽ SBI ലാർജ് ക്യാപ് ഫണ്ട്, മൊത്തം ഈ ലാർജ് ക്യാപ് ഫണ്ടിൽ എത്ര ആസ്തി അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എത്ര ഫണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ സ്കീമിൽ എത്ര ഫണ്ടിലാണ് അവർ ടോട്ടലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെയാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് AUM. ആ ഫണ്ടിന് AUM ഓഫ് ദ ലാർജ് ക്യാപ് ഫണ്ട്, ആ മൊത്തം ആസ്തി അഥവാ SBIയുടെ എല്ലാ സ്കീമും കൂടിയുള്ള മൊത്തം ഈ SBI മ്യൂച്വൽ ഫണ്ട് മൊത്തം ഹാൻഡിൽ ചെയ്യണേ SBIയുടെ മൊത്തം AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇതാണ് AUM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ AUM കൂടിയ കമ്പനി അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടിയ കമ്പനിയാണ് സാധാരണഗതിയിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുക. കാരണം ഒരു ഫണ്ട് ഹൗസിന് കൂടുതൽ അസറ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും അവർ വിശ്വാസം കൊണ്ടാണ് അവർ കൂടുതൽ ആൾക്കാർ നല്ല റിട്ടേൺ തരുന്ന ഫണ്ടുകളിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ നല്ല റിട്ടേൺ തന്ന ഫണ്ടുകളായിരിക്കും പിന്നീട് ആൾക്കാർ പ്രിഫർ ചെയ്തിട്ട് അതിൽ തന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് ഹൗസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ആ ഫണ്ടുകൾ കൂടി പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് AUM കൂടിക്കൊണ്ടിരിക്കും. അതേസമയത്ത് റിഡംഷൻ അഥവാ ആൾക്കാർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ AUM കുറയും. ആ ഫണ്ട് സൈസ് കൂടുകയും ഫണ്ട് സൈസ് കുറയുകയും ചെയ്യും. ഫണ്ട് സൈസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും, അതേസമയം റിഡംഷൻ സമയത്ത് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് AUM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം NAV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് അസറ്റ് വാല്യൂ. ഇതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഓരോ ഫണ്ട് നമ്മൾ ഒരു ഷെയർ വാങ്ങുന്നത് പോലെ ഒരു ഷെയറിൻ്റെ വില എങ്ങനെയാണോ അതുമാതിരി നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ ഒരു ഷെയർ വാങ്ങുന്ന പോലെ ഒരു NAV ഒരു യൂണിറ്റ് എത്രയാണെന്നുള്ള കാൽക്കുലേഷനാണ് ഒരു NAV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ NAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ അസറ്റ് മൈനസ് ലൈബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ആൾക്കാർ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആ നമ്പർ ഓഫ് അതിനെയാണ് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എത്ര ആസ്തിയാണുള്ളത്, ആ ആസ്തിയിൽ മൈനസ് എത്ര ബാധ്യതകളാണുള്ളത്, അത് മൈനസ് ചെയ്ത് കിട്ടുന്നതിന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ. ഈ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അസറ്റായിട്ട് കാണുന്നത്. ലൈബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് വിവിധ തരം ലൈബിലിറ്റീസ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഫീസ്, ഈ എക്സ്പെൻസ് റേഷ്യോ ആണ് ലൈബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഫീസ്, പിന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, പിന്നെ ഇവർക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും ഈ ലൈബിലിറ്റിയിൽ വരും. ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ NAV കൂടിയത് നല്ലതാണോ കുറഞ്ഞത് നല്ലതാണോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, NAV ഒരു ഘടകം ചോദിച്ചാൽ ഘടകമാണ്. ഏത് NFO അഥവാ IPO വരുന്ന മാതിരി NFO പുതിയതായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് വരുമ്പോൾ ലോഞ്ച് ചെയ്യും, പുതിയ മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും
NAV 10 രൂപയായിരിക്കും. 10 രൂപയായിരിക്കും ഒരു എല്ലാ ഫണ്ടുകളിലും ബേസ്ഡ് ആയിട്ടുള്ള 10 രൂപ മുഖവില വെച്ചിട്ടാണ് സ്കീം വരിക. അതിനുശേഷം അതിൻ്റെ മാർക്കറ്റ് കണ്ടീഷനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും വരികയും അവർ എവിടെയാണ് ഇൻവെസ്റ്റ് ഷെയറിലോ ബോണ്ടിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന റിട്ടേണും അതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഷെയർ വില കൂടുന്നതനുസരിച്ച് ഈ NAV മാറ്റം വരും. അപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അവർക്ക് കയ്യിൽ നിന്ന് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അതിൽ പ്രോഫിറ്റ് വരുമ്പോൾ NAV കൂടാറുണ്ട്. അതുമാതിരി റിഡംഷൻ വരുമ്പോൾ മാർക്കറ്റ് പ്രഷർ വരുമ്പോൾ സെല്ലിങ് ബൈയിങ് കാരണം അത് ഏറ്റക്കുറച്ചിൽ ബൾക്കായിട്ട് ആൾക്കാരെ വിഡ്രോ ചെയ്യുമ്പോൾ അത് കുറയാൻ കാരണം സ്വാഭാവികമായും ഷെയറുകൾ അവർ സെല്ല് ചെയ്യുമ്പോൾ ഷെയറിൽ പ്രൈസിൻ്റെ മാർക്കറ്റ് കണ്ടീഷനിൽ കുറയുന്നതനുസരിച്ച് NAV താഴാറുണ്ട്. അപ്പോൾ എപ്പോഴും NAV ഏറ്റക്കുറച്ചിൽ വരുന്നത് അതിൻ്റെ അവർ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉള്ള റിട്ടേൺ അനുസരിച്ച് ഇതിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവും. അപ്പോൾ NAV നോക്കിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ബൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NAV കൂടിയത് വാങ്ങണോ കുറഞ്ഞത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. NAV കൂടിയാലും കുറഞ്ഞാലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഫ്യൂച്ചർ പ്രീവിയസ് ഇയറുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് ആ ഒരു പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇതിന് മുമ്പ് ഒരു സ്കീം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്കീം മുമ്പ് ഇൻഡെക്സിനെ കാട്ടി എത്ര പെർഫോം ചെയ്ത് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടോ വളർച്ചയുള്ള മ്യൂച്വൽ ഫണ്ട് CAGR നല്ല വർഷം നല്ല റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടാണോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ NAV കുറവാണ് കൂടിയതാണ് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. NAV നമ്മളിപ്പോൾ NAV കുറവ് ഒരു രണ്ട് ആൾക്കാർ രണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചോളൂ. മ്യൂച്വൽ ഫണ്ട് A മ്യൂച്വൽ ഫണ്ട് Bയിൽ രണ്ടാൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ Aയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. 10 രൂപ അതിൻ്റെ NAV ആണ്. മറ്റൊരു മ്യൂച്വൽ ഫണ്ടിൽ B എന്ന മ്യൂച്വൽ ഫണ്ടിൽ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ 100 രൂപയാണ് NAV. നമുക്കപ്പോൾ 1000 രൂപ 10 രൂപ യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 യൂണിറ്റ് കിട്ടും. 1000 രൂപയുള്ള Bയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ യൂണിറ്റിന് നമുക്ക് NAV 100 രൂപയാണ്. അപ്പോൾ അത് നമുക്കതിൽ 10 യൂണിറ്റ് കിട്ടും. യൂണിറ്റ് ഒന്നിൽ 10 ഒന്നിൽ 100 കിട്ടും എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇത് നമുക്ക് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ 10 യൂണിറ്റ് മറ്റൊന്നിൽ 100 യൂണിറ്റും കിട്ടുന്നു. അതിൽ ഒരു വർഷം കഴിയുമ്പോൾ 10% റിട്ടേൺ എങ്കിലും വന്നെങ്കിൽ രണ്ടിലും ഇത് 10 രൂപയുള്ള NAV ഉള്ളത് 11 ആവും. അവിടെ 100 രൂപ NAV ഉള്ളത് 110 ആവും. രണ്ടും ഈക്വലായിരിക്കും. രണ്ടിലും 1100 രൂപ റിട്ടേൺ കിട്ടും. അപ്പോൾ NAVയിലെ NAV നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ പ്രീവിയസ് ഇയറുകളിൽ എങ്ങനെ അതിൻ്റെ പെർഫോമൻസ് ചെയ്തു നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെപ്പോഴും AUM നോക്കുമ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ AUM കൂടിയ അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടിയ അതിലായിരിക്കും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞത് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും. എന്തായാലും അവർ നല്ല പെർഫോമൻസ് ചെയ്യുന്നതുകൊണ്ട് AUM കൂടുന്നത്. ജനങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടി വരുന്നത് ആ മ്യൂച്വൽ ഫണ്ടുകളിൽ വരുന്നത്. അപ്പോൾ AUM കൂടിക്കഴിഞ്ഞാൽ ഒരു ഗുണവും ദോഷവുമുണ്ട്. അത് ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ AUM കൂടുന്നതോറും ഇൻട്രസ്റ്റ് നമുക്ക് ഈ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അവർ കുറഞ്ഞു കിട്ടും. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചാർജസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞു കിട്ടും. അതേസമയം അതിൻ്റെ ഡ്രോബാക്ക് എന്താ പറഞ്ഞാൽ ബൾക്ക് ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എത്രത്തോളം ഫണ്ടുകൾ എത്ര ബൾക്ക് എമൗണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കേണ്ട വലിയൊരു ബാധ്യത. അതേസമയം എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കും. എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നൊരു പോസിറ്റീവും എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു അവർക്കുള്ളൊരു കൺഫ്യൂഷൻ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരുപാട് ചെക്ക് ചെയ്യേണ്ടി വരും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് കാണുന്നത്. എന്താണ് NAV, എന്താണ് AUM എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.